രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ഇന്ന് ആലപ്പുഴയിലെത്തും. രാവിലെ 10 മണിക്ക് ആലപ്പുഴ പാതിരാപ്പള്ളി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വികസന യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ജില്ലയിലെ 500-ലധികം വരുന്ന പ്രതിനിധികളുമായി അദ്ദേഹം സംവദിക്കും. വൈകിട്ട് ആലപ്പുഴ കടപ്പുറത്തെ 10,000-ങ്ങൾ പങ്കെടുക്കുന്ന ബഹുജന റാലിയും സമ്മേളനവും നടക്കും. ഷാജഹാനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ഷാജഹാൻ, ഏതായാലും രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം അതിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ മുഖ്യമന്ത്രി എത്തും, തുടർന്ന് യോഗത്തിൽ പങ്കെടുക്കും. എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, മറ്റ് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആലപ്പുഴ ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രിക്ക് ആവേശകരമായിട്ടുള്ള വരവേൽപ്പാണ് ഇന്ന് ലഭിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ആലപ്പുഴ ബീച്ചിലാണ് വമ്പിച്ച പൊതുജന റാലിയും സമ്മേളനമൊക്കെ തന്നെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ രാവിലെ 10 മണിക്ക് ആലപ്പുഴ പാതിരാപ്പള്ളി കൺവെൻഷൻ സെന്ററിലാണ് 500 പ്രതിനിധികളുമായി ജില്ലയിൽ നിന്നും വിവിധ മേഖലകളിൽ നിന്നുള്ള 500 പ്രതിനിധികളുമായി മുഖ്യമന്ത്രി സംസാരിക്കുക. എന്തായാലും ആലപ്പുഴയിൽ എത്തുമ്പോൾ ആലപ്പുഴയിലെ പാലങ്ങളും അതോടൊപ്പം തന്നെ റോഡുകളും അതോടൊപ്പം തന്നെ കുട്ടനാട് പാക്കേജ്, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്, ഇങ്ങനെ കഴിഞ്ഞ ഏതാണ്ട് 9 വർഷത്തിനിടയിൽ ഇടത് സർക്കാർ വന്നതിന് ശേഷം ജില്ലയിലുണ്ടായ വികസന പ്രവർത്തനങ്ങൾ, നേരിട്ട് കാണാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങളുടെയൊക്കെ നേർക്കാഴ്ചകൾ ഒരുക്കുന്ന ഒരു പ്രദർശന വിപണന മേളയും അതോടൊപ്പം തന്നെ ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ആവേശകരമായിട്ടുള്ള ഒരു സ്വീകരണമാണ് ഇന്ന് ആലപ്പുഴ എത്തുന്ന മുഖ്യമന്ത്രിക്ക് ലഭിക്കുക. ഭദ്ര. ശരി ഷാജഹാൻ, രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി ആലപ്പുഴയിൽ എത്തുന്നത്. രാവിലെ 10 മണിക്ക് ആലപ്പുഴ പാതിരാപ്പള്ളി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വികസന യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ജില്ലയിൽ 500-ലധികം വരുന്ന പ്രതിനിധികളുമായി അദ്ദേഹം സംവദിക്കും. വൈകിട്ടാണ് കടപ്പുറത്ത് 10,000-ങ്ങൾ പങ്കെടുക്കുന്ന ബഹുജന റാലിയും സമ്മേളനവും നടക്കുക. കഴിഞ്ഞ ദിവസം ഇതിനു മുന്നോടിയായി തന്നെ ഈ വിളംബര ഘോഷയാത്രയൊക്കെ നടന്നിരുന്നു. മന്ത്രി സജി ചെറിയാനായിരുന്നു ഫ്ലാഗ് ഓഫ് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്.